അപ്പൊ മക്കളെ നമ്മൾ നിൽക്കുന്നത് കൊണ്ടോട്ടി ഫെസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലേ. എന്റെ ബാക്കിൽ നിൽക്കുന്ന കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി അധികാരിയാണ് കേട്ടോ. നമ്മുടെ ചെയർമാൻ അടക്കം എല്ലാവരും ഉണ്ട് കൊണ്ടോട്ടി ഫെസ്റ്റിൽ. അപ്പൊ ചെയർമാനോട് ചോദിക്കാം. നമസ്കാരം. നമ്മുടെ കൊണ്ടോട്ടി ഫെസ്റ്റിനെ പറ്റി 2 വാക്ക് നമ്മൾ പ്രേക്ഷകരോട് എന്താണ് പറയേണ്ടത്? അല്ല, കൊണ്ടോട്ടി ഫെസ്റ്റ് പറഞ്ഞത് കൊണ്ടോട്ടി നേർച്ചയോട് അനുബന്ധിച്ചുണ്ടാവുന്ന ഒരു ഫെസ്റ്റാണ്. മാത്രമല്ല 14 കൊല്ലമായി നിർത്തിവെച്ച കൊണ്ടോട്ടി നേർച്ച വീണ്ടും കഴിഞ്ഞ കൊല്ലം പുനരാരംഭിച്ചിരിക്കുകയാണ്. കൊണ്ടോട്ടി നേർച്ചയോട് അനുബന്ധമായിട്ടാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നേരത്തെ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നേരത്തെ ഉണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ അത് ഒരുങ്ങിക്കൂടി ഒരു ഗ്രൗണ്ടിലാക്കിക്കൂടിയുള്ള. പക്ഷേ ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ചുറ്റുവട്ടത്തൊന്നും ജനങ്ങൾക്ക് കാണാനും അത് ആസ്വദിക്കുവാനും അനുഭവിക്കാനുമുള്ള ഒരു സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ. അത് ഈ ഫെസ്റ്റിലൂടെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയും. അത് കൊണ്ടോട്ടി നഗരസഭ അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അത് നല്ല രൂപത്തിൽ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായിട്ട് കൊണ്ടോട്ടി നഗരസഭയുടെ ഒരു മേൽനോട്ടത്തിലാണ് നമ്മൾ കൊണ്ടോട്ടി ഫെസ്റ്റും നടക്കുന്നത്. അപ്പോൾ കൊണ്ടോട്ടി കളറാകും എന്നതിൽ യാതൊരു സംശയമില്ല. ജനങ്ങളിത് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ജനങ്ങൾ ഇതൊക്കെ കാണാനാണ് വരുന്നത്. കൊണ്ടോട്ടി നേർച്ചയോടൊപ്പം തന്നെ ഈ ഫെസ്റ്റിലുള്ള അക്യുപെൻസുകളൊക്കെ കാണാനാണ്, അനുഭവിക്കാനാണ് ആളുകൾ വരുന്നത്. അത് തീർച്ചയായിട്ടും ഇത് കളറാവും എന്ന് പറഞ്ഞാൽ തീർച്ചയായും കളറാവും.